വന്യജീവി ആക്രമണങ്ങളെ അതിജീവിച്ച് നൂറുമേനി വിളവ്. സഹ്യന്റെ താഴ്വരയിൽ നെയ്യാറിനെ ഉൾക്കൊള്ളുന്ന ഗ്രാമപഞ്ചായത്താണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത്. വനമേഖലയിലോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തായതിനാൽ തന്നെ വന്യജീവികളായ പന്നി, മയിൽ, കാട്ടുപോത്ത്, കലമാൻ, കേഴ എന്നിവയുടെ ആക്രമണമുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ആശയത്തെ മുൻനിർത്തി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി ഓഫീസിന്റെയും സംയുക്ത സഹകരണത്തിൽ മരിച്ചീനി, വാഴ, മുളക്, പാവൽ, പടവലം, വെള്ളരി തുടങ്ങിയ ഒട്ടുമിക്ക വിളകളും നൂറുമേനി വിളയിച്ചിരിക്കുകയാണ്. ഓണത്തിനെതിരെ പ്രാധാന്യമുള്ള അത്തപ്പൂക്കളത്തിന് ആവശ്യമായ പൂക്കൃഷിയും ഇവിടെ വ്യാപകമായി നടത്തിയിരിക്കുന്നു. ഭൂമിയില്ലാത്ത കർഷകർക്ക് പഞ്ചായത്തും കൃഷിഭവനും തന്നെ തരിശുഭൂമി കണ്ടെത്തി കൃഷിക്ക് ഒരുക്കി കൊടുത്തതിനാലാണ് ഇവിടെ കർഷകർ കൃഷിക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. മുഖകാന്തിക്ക് ഉപയോഗിക്കുന്ന ഫെയർ ആൻഡ് ലവ്ലി പോലെയുള്ള ഉൽപ്പന്നങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നു എന്നത് പ്രധാന പ്രത്യേകതയാണ്. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത മൈലക്കര കൃഷിഭവനിൽ നടന്നു വരുന്നു എന്നും കൃഷി ഓഫീസർ അറിയിച്ചു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ മേഖലയിൽ ഒട്ടനവധിയായിട്ടുള്ള വന്യജീവി ശല്യങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. പന്നി, കുരങ്ങൻ, കാട്ടുപോത്ത്, അങ്ങനെയുള്ള മയിൽ പോലെയുള്ള ഒട്ടനവധിയായിട്ടുള്ള മൃഗങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള കർഷകർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സോളാർ ഫെൻസിങ്ങുകൾ ഞങ്ങളിപ്പോൾ ചെയ്തു വരികയാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്കിപ്പോൾ ഒട്ടനവധിയായിട്ട് കർഷകരെ സഹായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൃഷിഭവൻ്റെയും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവരെ സഹായിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ നമുക്കിപ്പോൾ മുൻപന്തിയിലേക്ക് വരുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാൻ കള്ളിക്കാട് കൃഷി ഓഫീസറാണ്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഓണക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. വിളവെടുക്കാറായിട്ടുണ്ട്. ഏകദേശം 3 ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അത് പല സ്ഥലങ്ങളിലും തരിശു കിടന്ന സ്ഥലങ്ങൾ നമ്മുടെ MGNREGSൻ്റെ സംയുക്തമായിട്ട് അവർ നിലം വൃത്തിയാക്കി തന്ന് അങ്ങനെയാണ് നമ്മൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കൂടാതെ നമ്മൾ പൂവനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു 2.5 ഹെക്ടർ സ്ഥലത്ത് പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ജമന്തി ഓറഞ്ചും മഞ്ഞയും കളറിലാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അതും നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് പൂക്കൃഷി വിപണനം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 10-30 വർഷമായി നമ്മളിവിടെ കൃഷിയും കാര്യങ്ങളായിട്ട് തുടങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷേ സ്ഥലമില്ല, പാട്ടത്തിനൊക്കെ എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. കൃഷിയിടം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലായിടും റബ്ബറും അതുമൊക്കെ ആയിട്ട്, പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പന്നിയും ഇതെല്ലാം കൊണ്ടാകെ അതുകൊണ്ട് കൃഷിയൊക്കെ വളരെ മോശമാണ് ഇവിടെയൊക്കെ ഇപ്പം. പിന്നെ ഇത് തന്നെ ഇപ്പം പാട്ടത്തിനൊക്കെ എടുത്തതായി ഇങ്ങനെ വാലിയൊക്കെ കെട്ടി വെച്ചാണ് ഇത്രയും ചെയ്യുന്നത്. അല്ലാതെ വാലി കെട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. എല്ലാം മൃഗങ്ങളുടെ ശല്യവും കുരങ്ങും അതും ഇതും എല്ലാം കൂടെ അങ്ങനെ ഭയങ്കര ദയനീയ അവസ്ഥയാണ്.